ഓണാക്കിയ അപ്പോഴേ ഇന്നത്തെ ഒരു പരിപാടി നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ലൈൻ ഇറക്കലാണ്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഇറക്കുമ്പോഴേ നമ്മളിവിടെ ഈ ഒരു അളവ് എടുക്കാൻ പറഞ്ഞില്ല. നമ്മൾ ഈ തുടക്കക്കാരും പണി പഠിച്ച് സെറ്റായി വരുന്നവർക്കും ചെറിയൊരു ബുദ്ധിമുട്ടാണ് ടീന്ന് 45 ഒക്കെ എടുത്ത് അളവെടുക്കാനായിട്ട്. അപ്പോൾ അതിന് ചെറിയൊരു ടിപ്പ് ആണ് ഞാൻ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചേട്ടോ കേട്ടോ. അതായത് നമുക്കേ ഇപ്പോൾ നമ്മൾ ഇവിടം വരെ ഇങ്ങനെ ഒരു പീസ് ഇട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ MT വെച്ചിട്ടുണ്ടല്ലോ, ആ MT അവിടെ നിന്ന് നമ്മൾ ഇതിങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ടൈപ്പ് കൊണ്ട് നമ്മൾ ഈ MT ഇതിവിടെ വരെയുള്ള സെൻറ്റർ പിടിക്കുക. അപ്പോൾ ഈ കറക്റ്റ് ഈ ചുമരുമെന്നുള്ള അളവ് കിട്ടി നമുക്ക്. കറക്റ്റ് ആ ചുമരുമെന്ന് നമ്മൾ ഇതിൽ കണ്ട കറക്റ്റ് ഒരു പാനുകൊണ്ട് മാർക്ക് ചെയ്യുക. കറക്റ്റ് നമ്മുടെ ടീ അതിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് പിടിക്കുള്ള അളവ് നമുക്ക് കറക്റ്റ് കിട്ടി. അപ്പോൾ ഈ ടീ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തള്ളു നമുക്ക് കിട്ടണം. അത് നമ്മൾ ഇതേപോലെ ഒരു വെറുതെ 45 വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ തിരിച്ച് നോക്കിയിട്ട് ഇതിലേക്ക് കറക്റ്റ് അളവ് കൊടുത്തിട്ട് ഈ ഒരു പീസ് കറക്റ്റ് അളവ് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? കാണുമ്പോൾ കറക്റ്റ് ലെവലായിരിക്കും. നമ്മുടെ പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ലെവലായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മളോട് ഈ വാൽവ് ഇത് തിരിച്ചോട്ടിച്ചോണം കേട്ടോ. ചിലപ്പോൾ പറയും വാൽവ് തിരിച്ചോട്ടിക്കും. ഈ വാൽവ് തിരിച്ചോട്ടിച്ചാലേ ഇതിലാർക്കെങ്കിലും നടന്നു പോകണമെങ്കിൽ അവിടെ തടസ്സം തന്നെയാണെന്ന് വെച്ചിട്ട് നമുക്ക് തിരിച്ചോട്ടിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഷെയർ ചെയ്യാം. ഓക്കെ.